Welcome to a new video on production function part 1. Theory of production. We know that production is a transformation of inputs into output. Production function shows a technical relation between factor inputs and output and describes the proportion or the transformation of factor inputs into products at any particular period of time. And it includes all the technically efficient methods of production. ഇനി നമുക്ക് ടെക്നിക്കലി എഫിഷ്യൻറ്റ് മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ നമുക്കൊരു പെർട്ടിക്കുലർ കമോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മളിപ്പോൾ രണ്ട് മെത്തേഡ്സ് ഉപയോഗിക്കുന്നതെന്ന് കരുതുക. മെത്തേഡ് എ ആൻഡ് മെത്തേഡ് ബി. ഇതിൽ ഏത് മെത്തേഡാണോ ഏതെങ്കിലും ഒരു ഫാക്ടറിൻ്റെയെങ്കിലും ലീസ്റ്റ് ക്വാണ്ടിറ്റി ഉപയോഗിക്കുന്നത് ആ ഒരു മെത്തേഡാണ് ടെക്നിക്കലി എഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. അതിപ്പോൾ ക്യാപിറ്റലോ ലേബറോ ഒക്കെ ആകാം. അപ്പോൾ മെത്തേഡ് എയിൽ ചിലപ്പോൾ നമുക്ക് കുറച്ച് ക്യാപിറ്റലോ അല്ലെങ്കിൽ കുറച്ച് ലേബറോ മതിയാവും. അങ്ങനെയാണെങ്കിൽ മെത്തേഡ് എ ആണ് അവിടെ ടെക്നിക്കലി എഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. തിയറി ഓഫ് പ്രൊഡക്ഷനിൽ നമ്മൾ ഈ എഫിഷ്യൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് മാത്രമേ കൺസിഡർ ചെയ്യാറുള്ളൂ. കാരണം പിന്നെ റാഷണൽ ആയിട്ടുള്ള ഓണ്ടർപ്രണേഴ്സിനെയാണ് നമ്മൾ തിയറിയിൽ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ റാഷണൽ ആയിട്ടുള്ള ഓണ്ടർപ്രണേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും അവരുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കുക. അതുകൊണ്ട് ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് എന്തായാലും റാഷണൽ ആയിട്ടുള്ള ഫേംസ് ഉപയോഗിക്കില്ല. നമ്മൾ ഈ പറഞ്ഞ ടെക്നിക്കൽ എഫിഷ്യൻസിയും എക്കണോമിക് എഫിഷ്യൻസിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ടെക്നിക്കൽ എഫിഷ്യൻസിയിലാണെങ്കിൽ ഇറ്റ് എയിംസ് ടു മിനിമൈസ് ഇൻപുട്ട് മിനിമൈസ് ചെയ്യാനാണ് നോക്കുന്നത്. പക്ഷേ എക്കണോമിക് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഓൾവേസ് എയിംസ് ടു മിനിമൈസ് ദ കോസ്റ്റ്. നമ്മൾ കോസ്റ്റ് മിനിമൈസ് ചെയ്തിട്ട് മാക്സിമം പ്രൊഡക്ഷൻ നടത്തുക. അതാണ് എക്കണോമിക് എഫിഷ്യൻസിയിൽ വരുന്നത്. ആൻഡ് ടെക്നിക്കൽ എഫിഷ്യൻസി ആണെങ്കിൽ ഇറ്റ് ഫോക്കസ് ഓൺ ദ ഇൻപുട്ട് ടു മിനിമൈസ് ദ ഇൻപുട്സ്. Now we can see the general form of a production function. Y is equal to function of L, K, R, S, V and gamma. Y is the output, L is the labor input, K is the capital input, R is the raw material, S is the land input, V is the returns to scale and gamma is the efficiency parameter. ഇനി നമ്മൾ ട്രഡീഷണൽ എക്കണോമിക് തിയറിയിലെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ ഇസ് എക്സ്പ്രസ്ഡ് ഓൺലി ആസ് എ ഫംഗ്ഷൻ ഓഫ് 4 മെയിൻ ഫാക്ടേഴ്സ്. 4 ഫാക്ടേഴ്സിൻ്റെ ഫംഗ്ഷനായിട്ടാണ് നമ്മൾ പ്രൊഡക്ഷനെ കാണിക്കുന്നത്. ദറ്റ് ഇസ് എക്സ് ഇസ് ഈക്വൽ ടു, അതായത് ഔട്ട്പുട്ട് ഇസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് ലേബർ, ക്യാപിറ്റൽ, റിട്ടേൺസ് ടു സ്കെയിൽ ആൻഡ് ദ എഫിഷ്യൻസി പാരാമീറ്റർ. ഇവിടെ റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത് ലോങ് റൺ അനാലിസിസ് ഓഫ് ലോസ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. അതായത് ലോങ് റണ്ണിൽ ഒരു ലോ ആണ് റിട്ടേൺസ് ടു സ്കെയിൽ വരിക. ലോങ് റൺ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എല്ലാ ഫാക്ടേഴ്സും വേരിയബിൾ ആണ്. അതുപോലെ നമുക്ക് ഇറ്റ് അസ്യൂംസ് എ ചേഞ്ച് ഇൻ ദ പ്ലാന്റ് സൈസ് ഓൾസോ. ആൻഡ് ദ എഫിഷ്യൻസി പാരാമീറ്റർ ഗാമ റെഫേഴ്സ് ടു ദ ഓണ്ടർപ്രണറിയൽ ഓർഗനൈസേഷണൽ ആസ്പെക്ട്സ് ഓഫ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്ത എഫിഷ്യൻസിയാണ്. അതായത് ഓണ്ടർപ്രണറിയൽ സ്കില്ലും പിന്നെ ഓർഗനൈസേഷണൽ ആസ്പെക്ട്സുമാണ് നമ്മൾ എഫിഷ്യൻസി പാരാമീറ്ററിൽ കൺസിഡർ ചെയ്യുക. We can depict the production function in the form of a set of isoquants. നമ്മളൊരു സെറ്റ് ഓഫ് ഐസോകോൺസ് വെച്ചിട്ടാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷനെ ഡെപ്പിക്റ്റ് ചെയ്യുന്നത്. ഒരു ഐസോകോണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ലോക്കസ് ഓഫ് ഓൾ ദ ടെക്നിക്കലി എഫിഷ്യൻറ്റ് മെത്തേഡ്സ് ഫോർ പ്രൊഡ്യൂസിങ് എ ഗിവൺ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. An isocont shows the different combinations of capital and labor that give the same level of output. അപ്പോൾ അത് ക്യാപിറ്റലിൻ്റെയും ലേബറിൻ്റെയും ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ആണ് കാണിക്കുന്നത് that give the same level of output. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇൻഡിഫറൻസ് കർവ് ഒന്ന് ഓർത്ത് നോക്കുക. ഇൻഡിഫറൻസ് കർവിൽ കാണിക്കുക എന്താണ്? The locus of points of the combinations of two goods that give the same level of utility to the consumer. കൺസ്യൂമറിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഇൻഡിഫറൻസ് കർവും അതുപോലെ പ്രൊഡ്യൂസറിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഐസോകോണ്ടുമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഐസോകോണ്ടിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷോസ് ദ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ലേബർ ദറ്റ് ഗീവ്സ് എ സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ഈ ഒരു ഫിഗറിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാം എക്സ് ആക്സിസിൽ കാണിച്ചേക്കുന്ന ലേബറും വൈ ആക്സിസിൽ കാണിച്ചേക്കുന്നത് ക്യാപിറ്റൽ ഇൻപുട്ടുമാണ്. ഈ ലേബറിൻ്റെയും ക്യാപിറ്റലിൻ്റെയും പിന്നെ ഇൻപുട്സ് ഉപയോഗിച്ച് നമുക്ക് ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് അസ്യൂം ചെയ്യുക. ഇവിടെ Q1, Q2, Q3 എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ഐസോകോൺസ് ആണ്. അതിൽ Q1 ഐസോകോൺ ഗീസ് എന്താണ് ഔട്ട്പുട്ട് ഓഫ് 10 യൂണിറ്റ്സ്. 10 യൂണിറ്റ് ആണ് Q1 ഐസോകോണ്ടിൽ കാണിച്ചേക്കുന്നത്. ആ ഐസോകോണ്ടിലെ ഒരു പോയിന്റ് എടുക്കുക. എ എന്ന് പറയുന്ന പോയിന്റിൽ K1 യൂണിറ്റ്സ് ഓഫ് ക്യാപിറ്റലും L1 യൂണിറ്റ്സ് ഓഫ് ലേബറിൻ്റെയും കോമ്പിനേഷനാണ് ആ ഒരു പോയിന്റ് എ എന്ന് പറയുന്നത്. അതുപോലെ പോയിന്റ് ബി എന്ന് പറയുന്നത് K2 amount of capital and L2 amount of labor is combined together.
അപ്പോൾ ഈ രണ്ട് കോമ്പിനേഷൻസ് ആയാലും എ ആയാലും ബി ആയാലും ഇറ്റ് വിൽ ഗീവ് ദ സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട് 10 യൂണിറ്റ്സ്, 10 യൂണിറ്റ് തന്നെയാണ് നമുക്ക് തരുന്നത്. അതുപോലെ ഈ ഐസോക്കോണ്ടിലുള്ള ഏത് കോമ്പിനേഷൻ എടുത്തു കഴിഞ്ഞാലും നമുക്ക് 10 യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് തന്നെയാണ് കിട്ടുക. അപ്പോൾ ഈ ഐസോക്കോണ്ടിലുള്ള ഓരോ പോയിന്റ്സും കാണിക്കുന്നത് എന്താണ്? ഓരോ പോസിബിൾ കോമ്പിനേഷൻസ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ലേബർ ആണ് വിച്ച് ക്യാൻ പ്രൊഡ്യൂസ് Q1 ലെവൽ ഓഫ് ഔട്ട്പുട്ട്. അപ്പോൾ ഇതിൽ ഒരുപാട് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് അതർ പോയിന്റ്സ് ഉണ്ട് ഈ ഒരു ഐസോക്കോണ്ടിൽ എന്ന് പറയുന്നത്, വിച്ച് റെപ്രസെൻറ്റ് ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ലേബർ ദാറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ദ സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ഈ ഫിഗറിലേക്ക് നോക്കിയാൽ നമുക്ക് രണ്ട് കാര്യങ്ങളും കൂടെ പറയാൻ പറ്റും. ഹയർ ഐസോക്കോൺസ് ഷോസ് ഹയർ ഔട്ട്പുട്ട്. നമ്മൾ ഐസോക്കോൺസ് മുകളിലേക്ക് പോകുന്തോറും ഹയർ ഔട്ട്പുട്ടാണ് ഓരോന്നിലും കാണിച്ചേക്കുന്നത് അല്ലേ. Q2 = 20, Q3 = 30 അങ്ങനെ. അപ്പോൾ ഹയർ ഐസോക്കോൺസ് ഡെപിക്സ് ഹയർ ഔട്ട്പുട്ട്. അതുപോലെ ഐസോക്കോൺസ് നെവർ ഇൻ്റർസെക്റ്റ്. ഐസോക്കോൺസ് ഒരിക്കലും ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. Also, the isoquants assumes various shapes depending upon the degree of substitutability of the factors. നമുക്ക് ഈ ഇതിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇവിടെ ഫാക്ടർ സബ്സ്റ്റിറ്റ്യൂഷൻ പോസിബിൾ ആണല്ലേ. അപ്പോൾ ഓരോ മെത്തേഡ്സിനനുസരിച്ചും ഈ പ്രൊപ്പോർഷൻ ഓഫ് ക്യാപിറ്റലും ലേബറും വേരി ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഡിഗ്രി ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി ഓഫ് ദ ഫാക്ടേഴ്സ് ദ ഷേപ്പ് ഓഫ് ദ ഐസോക്കോണ്ട് വേരീസ്. നമ്മൾ പറഞ്ഞു ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഡിഗ്രി ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി ഓഫ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഐസോക്കോൺസ് ക്യാൻ അസ്യൂം ഡിഫറെൻറ്റ് ഷേപ്സ്. അപ്പോൾ ഇവിടെ കാണിച്ചേക്കുന്ന പല ഷേപ്പുകളിലുള്ള ഐസോക്കോണ്ടാണ്. ആദ്യം ലീനിയർ ഐസോക്കോണ്ട് എന്താണെന്ന് നോക്കാം. ഇറ്റ് അസ്യൂംസ് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അതായത് നമുക്ക് എത്ര വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് ഒരു പെർട്ടിക്കുലർ കമോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ മാത്രം ഉപയോഗിക്കാം, അല്ലെങ്കിൽ ലേബർ മാത്രം ഉപയോഗിക്കാം, അല്ലെങ്കിൽ രണ്ടിൻ്റെയും കൂടി ഒരു കോമ്പിനേഷൻ നമുക്ക് ഉപയോഗിക്കാം. ദെൻ നെക്സ്റ്റ് ഇസ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഐസോക്കോണ്ട്. ഇറ്റ് അസ്യൂംസ് കോംപ്ലിമെൻറ്റാരിറ്റി. അതായത് സബ്സ്റ്റിറ്റ്യൂഷൻ പോസിബിളേ അല്ല. ഒരു പെർട്ടിക്കുലർ കമോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒറ്റ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ ഐസോക്കോണ്ട് എപ്പോഴും റൈറ്റ് ആംഗിൾ ആയിരിക്കും. ആൻഡ് ദിസ് ഇസ് ഓൾസോ നോൺ ആസ് ലിയോണ്ടിഫ് ഐസോക്കോണ്ട്. It is named after Leontief, who invented the input-output analysis. Next one is the kinged isoquant. It assumes limited substitutability of capital and labor. അതായത് ഇവിടെ ഒരു കമോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സുകളേ ഉള്ളൂ, അല്ലെങ്കിൽ ഫ്യൂ പ്രോസസ്സുകൾ മാത്രമേ ഉള്ളൂ. കിങ്കുകളിൽ ഇവിടെ നമ്മൾ ഈ ഒരു ഐസോക്കോണ്ട് നോക്കിയാൽ ചെറിയ കിങ്സ് കാണാൻ പറ്റും. അതിൽ ആ ഒരു കിങ്കിൽ മാത്രമാണ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ പോസിബിൾ ആയിട്ട് വരുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ആക്ടിവിറ്റി അനാലിസിസ് ഐസോക്കോണ്ട് ഓർ ലീനിയർ പ്രോഗ്രാമിംഗ് ഐസോക്കോണ്ട്, ബിക്കോസ് ഇറ്റ് ഈസ് ബേസിക്കലി യൂസ്ഡ് ഇൻ ലീനിയർ പ്രോഗ്രാമിംഗ്. ഇത് നമ്മൾ കൂടുതലും ലീനിയർ പ്രോഗ്രാമിങ്ങിലാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ ലീനിയർ പ്രോഗ്രാമിംഗ് ഐസോക്കോണ്ട് എന്ന് പറയുന്നത്. So a linear isoquant assumes perfect substitutability of factors. Input-output isoquant assumes complementarity, and kinged isoquant assumes limited substitutability of factors of production. Smooth convex isoquant. It assumes continuous substitutability of capital and labor only over a certain range. അതായത് ഒരു റേഞ്ചിൽ മാത്രം സബ്സ്റ്റിറ്റ്യൂഷൻ പോസിബിൾ ആണ്. ബിയോണ്ട് ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. ഒരു റാഷണൽ ആയിട്ടുള്ള പ്രൊഡ്യൂസർ എപ്പോഴും പ്രൊഡ്യൂസ് ചെയ്യുന്ന റീജിയൻ എന്ന് പറയുന്നത് മാർജിനൽ പ്രൊഡക്ടിവിറ്റീസ് ഓഫ് ഇൻപുട്സ് പോസിറ്റീവ് ആകുന്ന റീജിയനിലാണ്. അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിഡ്ജ് ലൈൻസ് വരയ്ക്കുന്നത്. അപ്പോൾ റീജിയൻ ഓഫ് പ്രൊഡക്ഷനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിഡ്ജ് ലൈൻസ് വരയ്ക്കുക. റീജിയൻ ഓഫ് പ്രൊഡക്ഷനെ നമുക്ക് ഇക്കണോമിക് റീജിയൻ എന്നും അൺഇക്കണോമിക് റീജിയൻ എന്നും രണ്ടായിട്ട് തിരിക്കാം. അപ്പോൾ ഇക്കണോമിക് റീജിയൻ എന്ന് പറയുന്നത് മാർജിനൽ പ്രൊഡക്ടിവിറ്റീസ് ഓഫ് ഫാക്ടേഴ്സ് പോസിറ്റീവായിട്ട് വരുന്ന റീജിയനാണ്. അപ്പോൾ റിഡ്ജ് ലൈൻ വരയ്ക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സീറോ മാർജിനൽ പ്രോഡക്ട്സ് വരുന്ന പോയിന്റ്സ് ഐസോക്കോൺസിൽ ഐഡൻറ്റിഫൈ ചെയ്യുക. അവിടെ വെച്ചിട്ട് റിഡ്ജ് ലൈൻ, ആ പോയിന്റ്സിനെ ജോയിൻ ചെയ്തിട്ട് റിഡ്ജ് ലൈൻ വരയ്ക്കുക. യു ഷുഡ് ഐഡൻറ്റിഫൈ ദ പോയിന്റ്സ് ഓഫ് സീറോ മാർജിനൽ പ്രൊഡക്ട്സ് ഓഫ് ഫാക്ടേഴ്സ്. സീറോ മാർജിനൽ പ്രൊഡക്ട്സ് വരുന്ന പോയിന്റ്സ് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം അതിനെ ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ റിഡ്ജ് ലൈൻ വരയ്ക്കുന്നത്. എന്തിനാണ് വരയ്ക്കുന്നത്? ഇക്കണോമിക് റീജിയനെയും നോൺ ഇക്കണോമിക് റീജിയനെയും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിഡ്ജ് ലൈൻസ് വരയ്ക്കുക. Now see the definition of ridge lines. The locus of points of isoquants where the marginal products of the factors are zero form the ridge lines. ഇനി അപ്പർ റിഡ്ജ് ലൈനും ലോവർ റിഡ്ജ് ലൈനും ഉണ്ട്. ഇവിടെ രണ്ട് ഫാക്ടേഴ്സ് ആണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തേക്കുന്നത്, ലേബറും ക്യാപിറ്റലും. അതുകൊണ്ടാണ് രണ്ട് റിഡ്ജ് ലൈൻ വരയ്ക്കുന്നത്.
അപ്പം അപ്പർ റിഡ്ജ് ലൈൻ കാണിക്കുന്നത് ദ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇസ് 0 ആൻഡ് ദ ലോവർ റിഡ്ജ് ലൈൻ ഇംപ്ലൈസ് ദാറ്റ് ദ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ഇസ് 0. ഈ റിഡ്ജ് ലൈൻസിൻ്റെ ഉള്ളിലുള്ള ഏരിയ മാത്രമാണ് പ്രൊഡക്ഷൻ ടെക്നിക്സ് ടെക്നിക്കലി എഫിഷ്യൻ്റ് ആകുന്ന റീജിയൻ. ആൻഡ് ഔട്ട്സൈഡ് ദ റിഡ്ജ് ലൈൻസ് ദ മാർജിനൽ പ്രൊഡക്ട്സ് ഓഫ് ഫാക്ടേഴ്സ് ആർ നെഗറ്റീവ് ആൻഡ് ദ മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷൻ വിൽ ബി ഇൻഎഫിഷ്യൻറ്റ്. എന്തുകൊണ്ടാണ് ഇൻഎഫിഷ്യൻ്റ് ആകുന്നത്? സിൻസ് ദേ റിക്വയർ മോർ ക്വാണ്ടിറ്റി ഓഫ് ബോത്ത് ദ ഫാക്ടേഴ്സ് ഫോർ പ്രൊഡ്യൂസിങ് എ ഗിവൺ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ഇങ്ങനെയുള്ള ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് നമ്മൾ പ്രൊഡക്ഷൻ തിയറിയിൽ ഉപയോഗിക്കാറില്ല, കാരണം ഇറ്റ് ഇംപ്ലൈസ് ഇറാഷണൽ ബിഹേവിയർ ഓഫ് ദ ഫേം. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. ആൻഡ് ദ റേഞ്ച് ഓഫ് എഫിഷ്യൻറ്റ് പ്രൊഡക്ഷൻ ഇസ് ഡിറ്റർമിൻഡ് ബൈ ദ കണ്ടീഷൻ ഓഫ് പോസിറ്റീവ് ബട്ട് ഡിക്ലൈനിങ് മാർജിനൽ പ്രൊഡക്ട്സ് ഓഫ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഈ റൈറ്റ് സൈഡിൽ കാണിച്ചേക്കുന്ന ഫിഗറിൽ എക്സ് ആക്സിസിലെ ലേബറും വൈ ആക്സിസിലെ ക്യാപിറ്റലുമാണ് മെഷർ ചെയ്തേക്കുന്നത്. ഇവിടെ നമുക്ക് 3 ഐസോകോണ്ടുകൾ കാണിച്ചിട്ടുണ്ട്, x1, x2 ആൻഡ് x3. x1 ഐസോകോണ്ടിലേക്ക് നോക്കുക. x1 ഐസോകോണ്ടിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പോയിന്റ് എ എന്ന് പറയുന്നത് അവിടെ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ 0 ആകുന്ന പോയിൻ്റാണ്. പോയിന്റ് ഡി എന്ന് പറയുന്നത് അവിടെ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ 0 ആകുന്ന പോയിൻ്റാണ്. ഇതുപോലെ നമുക്ക് ഓരോ ഐസോകോണ്ടുകളിലും മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബറും ക്യാപിറ്റലും 0 ആകുന്ന പോയിൻറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യാം. അതിനുശേഷം എല്ലാം കൂടെ നമ്മൾ ജോയിൻ ചെയ്ത് വരയ്ക്കുമ്പോഴാണ് നമുക്ക് റിഡ്ജ് ലൈൻസ് കിട്ടുക. ഇവിടെ 2 റിഡ്ജ് ലൈൻ കാണിക്കുന്നുണ്ട്, അപ്പർ റിഡ്ജ് ലൈൻ ആൻഡ് ദ ലോവർ റിഡ്ജ് ലൈൻ. ഇപ്പോൾ റിഡ്ജ് ലൈൻ്റെ അകത്ത് വരുന്ന ഏരിയ ആണ് ടെക്നിക്കലി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത്. എക്കണോമിക് റീജിയൻ ഓഫ് പ്രൊഡക്ഷൻ അവിടെയാണ്. റിഡ്ജ് ലൈൻ്റെ പുറത്തേക്കുള്ള റീജിയൻ എന്ന് പറയുന്നത് അൺഇക്കണോമിക് ആണ്. അവിടെ ഇൻഎഫിഷ്യൻറ്റ് മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ് ഉപയോഗിക്കുന്നത്. അവിടെ 2 ഫാക്ടേഴ്സിൻ്റെയും മാർജിനൽ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് നെഗറ്റീവും ആണ്. The main concepts in production function are the marginal productivity of the factors of production, the marginal rate of substitution and the elasticity of substitution, factor intensity, the efficiency of production and the returns to scale. നമുക്ക് 1 by 1 ഇത് ഡിസ്കസ് ചെയ്യാം. Marginal productivity of the factors. In the right side, you can see the graphical representation of a production function. അത് നമ്മളൊരു 2-dimensional ഗ്രാഫായിട്ടാണ് കാണിച്ചേക്കുന്നത്. അതായത് എക്സ് ആക്സിസിൽ നമ്മൾ ലേബറിനെ മെഷർ ചെയ്തേക്കുന്നു, വൈ ആക്സിസിൽ ഔട്ട്പുട്ടാണ് മെഷർ ചെയ്തേക്കുന്നത്. ബാക്കി എല്ലാ ഫാക്ടേഴ്സിനെയും ഇവിടെ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് കാണിച്ചേക്കുന്നത്. സോ ഹിയർ ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ദ പ്രൊഡക്ഷൻ എക്സ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ദ ലേബർ ഫാക്ടർ അലോൺ. ബാക്കി എല്ലാ ഫാക്ടേഴ്സും നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചേക്കുവാണ്. ഇഫ് ദ ലേബർ യൂണിറ്റ് ചേഞ്ച്, ഇപ്പം നമ്മൾ എംപ്ലോയ് ചെയ്യുന്ന ലേബറേഴ്സിനെ നമ്മൾ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, അതിൻ്റെ യൂണിറ്റ്സ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ മൂവ് അലോങ് ദ കർവ്. ഈ ഒരു കർവിൽ തന്നെയായിരിക്കും മൂവ്മെൻറ്റ് പോസിബിൾ ആവുന്നത്. ആൻഡ് ഇഫ് എനി അതർ ഫാക്ടർ ഇൻക്രീസ് ദെൻ ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വിൽ ബി ഷിഫ്റ്റിംഗ് അപ്വേർഡ്. വേറെ ഏതെങ്കിലും ഒരു ഫാക്ടറാണ് ഇൻക്രീസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇനി നമുക്ക് മാർജിനൽ പ്രൊഡക്റ്റ് എന്താണെന്ന് നോക്കാം. മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഇവിടെ നമ്മൾ ലേബറാണ് പ്രൊഡക്ഷൻ്റെ ഒരു ഫംഗ്ഷനായിട്ട് കാണിച്ചേക്കുന്നത് പറഞ്ഞു, അല്ലെങ്കിൽ ഔട്ട്പുട്ടിൻ്റെ ഒരു ഫംഗ്ഷനായിട്ട് കാണിച്ചേക്കുന്നത് ലേബറാണ്. അതുകൊണ്ട് തന്നെ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ എന്താണെന്ന് നമുക്ക് നോക്കാം. The marginal product of labor is defined as a change in output resulting from the employment of one additional unit of labor. നമ്മൾ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഒരു അഡീഷണൽ യൂണിറ്റ് ഓഫ് ലേബറും കൂടി എംപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ടിൽ വരുന്ന ചേഞ്ച് ആണ് മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ എന്ന് പറയുന്നത്. മാത്തമാറ്റിക്കലി the marginal product of each of the factor is the partial derivative of the production function with respect to that particular factor. അപ്പോൾ നമുക്ക് മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബറിനെ എങ്ങനെ എഴുതാം? ഡോ എക്സ് ഡിവൈഡഡ് ബൈ ഡോ എൽ എന്നും മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ക്യാപിറ്റലിനെ ഡോ എക്സ് ഡിവൈഡഡ് ബൈ ഡോ കെ എന്നും എഴുതാം. അതായത് എം പി ഓഫ് എൽ ഇസ് ഈക്വൽ ടു ഡോ എക്സ് ഡിവൈഡഡ് ബൈ ഡോ എൽ മീൻസ് നമ്മൾ ഒരു യൂണിറ്റ് ഓഫ് ലേബറിനെ എംപ്ലോയ് ചെയ്യുമ്പോൾ വാട്ട് ഈസ് എ ചേഞ്ച് ദാറ്റ് ഈസ് ഹാപ്പനിങ് ടു ദ ഔട്ട്പുട്ട്. ഔട്ട്പുട്ടിൽ വരുന്ന മാറ്റം എന്താണ്, അതിനെയാണ് നമ്മൾ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ എന്ന് പറയുന്നത്. ഇനി മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബറിനെ നമുക്ക് ഗ്രാഫിക്കലി എങ്ങനെ കാണിക്കാം ചോദിച്ചാൽ ബൈ ദ സ്ലോപ്പ് ഓഫ് ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ സ്ലോപ്പായിട്ടാണ് നമ്മൾ മാർജിനൽ പ്രൊഡക്റ്റിനെ കാണിക്കുന്നത്. Marginal product of a factor can be 0, positive or negative. But traditional production theory പറയുന്നത് production happens only at the range of output where the marginal productivity of a factor is positive. ഒരു ഫാക്ടറിൻ്റെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി പോസിറ്റീവ് ആകുന്ന ആ ഒരു റേഞ്ച് ഓഫ് ഔട്ട്പുട്ടിൽ മാത്രമേ ഫേംസ് പ്രൊഡക്ഷൻ നടത്തുകയുള്ളൂ. കാരണം ഫേംസ് റാഷണൽ ആണ്, ദേ ഓൾവേസ് ട്രൈ ടു മാക്സിമൈസ് ദെയർ പ്രോഫിറ്റ്.
റൈറ്റ് സൈഡിൽ കാണിച്ചേക്കുന്ന ഫിഗർ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോൾ ആദ്യത്തെ ഡയഗ്രത്തിൽ കാണിച്ചേക്കുന്നത് എക്സ് ഇസ് എ ഫങ്ഷൻ ഓഫ് ലേബർ. അവിടെ നമ്മൾ ക്യാപിറ്റലിനെ കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് എക്സ് ഇസ് കൺസിഡേർഡ് ടു ബി എ ഫങ്ഷൻ ഓഫ് ലേബർ. എക്സ് ഇസ് ഈക്വൽ ടു ഫങ്ഷൻ ഓഫ് ലേബർ എന്ന് കാണിച്ചേക്കുന്ന ആ ഒരു കർവ് ടോട്ടൽ പ്രൊഡക്റ്റ് കർവ് ആണ്. എക്സ് ആക്സിസിൽ നമ്മൾ ലേബർ യൂണിറ്റ്സ് മെഷർ ചെയ്യുന്നു, അതുപോലെ വൈ ആക്സിസിൽ നമ്മൾ ഔട്ട്പുട്ടാണ് കാണിച്ചേക്കുന്നത്. ഇവിടെ ഫോം ആദ്യം എംപ്ലോയ് ചെയ്യുന്നത് OA' യൂണിറ്റ്സ് ഓഫ് ലേബർ ആണ്. അപ്പോൾ നമുക്ക് ഈ ഫിഗറിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും അവിടുത്തെ ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം മാർജിനൽ പ്രൊഡക്റ്റ് അവിടെ കാണിച്ചിട്ടുണ്ട്. മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ പ്രൊഡക്റ്റിൻ്റെ സ്ലോപ്പാണ്. അപ്പം മാർജിനൽ പ്രൊഡക്റ്റും ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് നമുക്ക് അവിടെ കാണാം. അതുപോലെ A', B' എന്ന് പറയുന്ന അഡീഷണൽ യൂണിറ്റ് ഓഫ് ലേബറും കൂടെ ഫോം എംപ്ലോയ് ചെയ്താലും ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം. അവിടെയും മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്. അതുപോലെ ഫോം A', B' യൂണിറ്റ്സ് ഓഫ് ലേബർ എംപ്ലോയ് ചെയ്യുമ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റ് മാക്സിമം എത്തി നിൽക്കുന്നതായിട്ടും നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഓൾസോ അറ്റ് ദാറ്റ് പോയിൻറ്റ് ദ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ഇസ് ഈക്വൽ ടു 0. ടോട്ടൽ പ്രൊഡക്റ്റ് മാക്സിമം ആകുന്ന ആ ഒരു പോയിൻറ്റിൽ മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇങ്ങനെ മാർജിനൽ പ്രൊഡക്റ്റ് 0 ആയതിനു ശേഷവും ഇഫ് ദ ഫേം ഗോസ് ഓൺ ഇൻക്രീസിങ് ദി യൂണിറ്റ്സ് ഓഫ് ലേബറിനെ പിന്നെയും കൂട്ടിക്കഴിഞ്ഞാൽ dou(x) ഡിവൈഡഡ് ബൈ dou(L) വിൽ ബിക്കം ലെസ് ദാൻ 0. അത് 0യ്ക്കും താഴേക്ക് പോവും. അതായത് മാർജിനൽ പ്രൊഡക്ടിവിറ്റി അവിടെ കുറയാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ റാഷണൽ ആയിട്ടുള്ള ഒരു ഫേമും ഇറ്റ് വിൽ നോട്ട് എംപ്ലോയ് ലേബർ ബിയോണ്ട് OB. ആ ഒരു OB' ലെവലിന് ശേഷം ഒരു ഫേമും വേറെ അഡീഷണൽ യൂണിറ്റ്സ് ഓഫ് ലേബറിനെ എംപ്ലോയ് ചെയ്തില്ല. കാരണം ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. പിന്നെ ഔട്ട്പുട്ടിൽ വലിയ മാറ്റം ആ ഒരു അഡീഷൻ കൊണ്ട് സംഭവിക്കുന്നില്ല. ആ ഒരു ഫിഗറിൻ്റെ നേരെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ കാണാൻ പറ്റും. അതിലെ ആദ്യത്തെ സെഗ്മെൻറ്റിൽ OA യൂണിറ്റ്സ് ഓഫ് ലേബർ എംപ്ലോയ് ചെയ്യുമ്പോൾ മാർജിനൽ പ്രൊഡക്ടിവിറ്റി കൂടുന്നതായിട്ട് കാണാം. രണ്ടാമത്തെ സെഗ്മെൻറ്റ് ABയും കൂടി എംപ്ലോയ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഗ്രേറ്റർ ദാൻ 0 ആണ്, പക്ഷേ അത് ഡിമിനിഷിംഗ് ആണ്. പിന്നെ അതിനുശേഷം എംപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് ആകുന്നതും നമുക്ക് കാണാം. അപ്പോൾ ഒരു റാഷണൽ ആയിട്ടുള്ള ഫേം കൺസിഡർ ചെയ്യുന്ന റേഞ്ച് ഓഫ് ഔട്ട്പുട്ട് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് A', B' ആണ്. അവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്, പക്ഷേ ഡിമിനിഷിങ് പ്രൊഡക്ടിവിറ്റിയാണ് നമുക്കവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. ഇനി തൊട്ടപ്പുറത്തെ ഫിഗറിൽ നമ്മൾ ക്യാപിറ്റലിൻ്റെ കേസാണ് കാണിച്ചേക്കുന്നത്. OD' ശേഷം ക്യാപിറ്റലിനെ ഫേം എംപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ക്യാപിറ്റൽ വിൽ ബി കമ്മിങ് ഡൗൺ. അതിന് തൊട്ട് നേരെ താഴെയാണ് മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ക്യാപിറ്റലിൻ്റെ കർവ് കാണിച്ചേക്കുന്നത്. സോ വി ക്യാൻ ക്ലിയർലി സേ ദാറ്റ് the range of output considered by the traditional theory are A', B' and C', D'. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ ഒരു റേഞ്ച് ഓഫ് ഔട്ട്പുട്ടിൽ വരുന്ന രണ്ട് കണ്ടീഷൻസ് ആണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഒന്ന് പോസിറ്റീവ് മാർജിനൽ പ്രൊഡക്ട്സ് ആയിരിക്കണം. dou(x) ഡിവൈഡഡ് ബൈ dou(L) ഇസ് ഗ്രേറ്റർ ദാൻ 0. dou(x) ഡിവൈഡഡ് ബൈ dou(k) ഇസ് ഗ്രേറ്റർ ദാൻ 0. രണ്ടാമത്തെ കണ്ടീഷനിൽ കാണിച്ചേക്കുന്നത് സ്ലോപ്പ് ഓഫ് ദ മാർജിനൽ പ്രൊഡക്റ്റ് കർവ് ആണ്. ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് മാർജിനൽ പ്രൊഡക്റ്റ് ആണ് നമ്മൾ സ്റ്റേറ്റ് ചെയ്തേക്കുന്നത്. മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ദ ഫാക്ടർ ഷുഡ് ബി പോസിറ്റീവ്, ഗ്രേറ്റർ ദാൻ 0. dou(x) ഡിവൈഡഡ് ബൈ dou(L) ഗ്രേറ്റർ ദാൻ 0. dou(x) ഡിവൈഡഡ് ബൈ dou(k) ഗ്രേറ്റർ ദാൻ 0. രണ്ടാമത്തെ കണ്ടീഷൻ എഴുതിയേക്കുന്നതെന്ന് പറഞ്ഞാൽ മാർജിനൽ പ്രൊഡക്റ്റിൻ്റെ സ്ലോപ്പിനെ പറ്റിയാണ്. സ്ലോപ്പ് ഓഫ് ദ മാർജിനൽ പ്രൊഡക്റ്റ് കർവ്സ് ഇസ് നെഗറ്റീവ്. That is dou(x) divided by dou(L)² less than 0 and dou(x) divided by dou(k)² less than 0. ഈ രണ്ട് കാര്യങ്ങളും ഈ ഡയഗ്രത്തിൽ ക്ലിയർ ആണ്. പോസിറ്റീവ് മാർജിനൽ പ്രൊഡക്ട്സ് എവിടെയാണ് കാണിച്ചേക്കുന്നത്? നമ്മൾ കൺസിഡർ ചെയ്യുന്ന പ്രൊഡക്ഷൻ പോയിന്റിലെ രണ്ടാമത്തെ സെഗ്മെൻറ്റ്, ആ രണ്ടാമത്തെ സെഗ്മെൻറ്റിൽ നിങ്ങൾ നോക്കിയാൽ കാണാം dou(x) ഡിവൈഡഡ് ബൈ dou(L) ഇസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് എഴുതിയിരിക്കുന്നത്. പിന്നെ രണ്ടാമത് പറഞ്ഞത് സ്ലോപ്പ് ഓഫ് മാർജിനൽ പ്രൊഡക്റ്റ് കർവ് ഇസ് നെഗറ്റീവ് എന്ന് പറഞ്ഞതും തൊട്ട് താഴത്തെ ഫിഗറിലേക്ക് നേരെ നോക്കുക. അപ്പോൾ ആ AB എന്ന് പറയുന്ന അവിടെ വരുന്ന കർവില്ലേ, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ടാണല്ലോ കാണിക്കുന്നത്. ആ കണ്ടീഷനാണ്, ആ രണ്ടാമത്തെ കണ്ടീഷനാണ് ഈ ഒരു കർവിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നത്. സ്ലോപ്പ് ഓഫ് മാർജിനൽ പ്രൊഡക്റ്റ് കർവ് ഈസ് നെഗറ്റീവ്. നെക്സ്റ്റ് കോൺസെപ്റ്റ് ഇസ് റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഓർ ദ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഐസോക്കോണ്ടിൻ്റെ സ്ലോപ്പിനെയാണ് നമ്മൾ മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറയുന്നത്. ദ സ്ലോപ്പ് ഓഫ് ദ ഐസോക്കോണ്ട്
defines a degree of substitutability of the factors of production. The slope of the isoquant decreases as we move downward the isoquant, showing the increasing difficulty in substituting capital for labor. Mathematically, MRS of LK can be written as minus dou K divided by dou L. അതുപോലെ തന്നെ MRS എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു ദ റേഷ്യോ ഓഫ് ദ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ദ ഫാക്ടേഴ്സ്. MRS ഓഫ് LK ഈസ് ഈക്വൽ ടു മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ഡിവൈഡഡ് ബൈ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇനി മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ പോലെ തന്നെ ഡിഗ്രി ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി ഓഫ് ഫാക്ടേഴ്സിനെ മെഷർ ചെയ്യുന്ന വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെഷറാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. Elasticity of substitution is defined as the percentage change in the capital labor ratio divided by the percentage change in the rate of technical substitution. അപ്പോൾ MRTSും ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ MRTS ഇസ് എ മെഷർ ഓഫ് ഡിഗ്രി ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ദ യൂണിറ്റ്സ് ഓഫ് മെഷർമെൻറ്റ് ഓഫ് ദ ഫാക്ടേഴ്സ്. അത് ഫാക്ടേഴ്സിൻ്റെ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് കൺസിഡർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ പ്യുവർ നമ്പർ which is independent of the units of measurement of capital and labor. Next is factor intensity. Factor intensity simply means the capital labor ratio. Capital labor ratio ആണ് നമ്മൾ factor intensity എന്ന് പറയുന്നത്. It is measured by the slope of the line through the origin representing the particular process. ക്യാപിറ്റൽ ലേബർ റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു യൂണിറ്റ് ഓഫ് ലേബറിന് എത്ര എമൗണ്ട് ഓഫ് ക്യാപിറ്റലാണ് എംപ്ലോയ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ലേബർ റേഷ്യോ എന്ന് പറയുന്നത്. ഈ ഡയഗ്രത്തിൽ എക്സ് ആക്സിസിൽ കാണിച്ചിരിക്കുന്നത് ലേബറും വൈ ആക്സിസിൽ കാണിച്ചിരിക്കുന്നത് ക്യാപിറ്റലുമാണ്. അതുപോലെ രണ്ട് പ്രൊഡക്ഷൻ പ്രോസസ്സുകൾ കാണിച്ചിട്ടുണ്ട്, P1 ആൻഡ് P2. അപ്പോൾ നമ്മൾ ആദ്യത്തെ പ്രൊഡക്ഷൻ പ്രോസസ്സ് P1 നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് K1 എമൗണ്ട് ഓഫ് ക്യാപിറ്റലും L1 എമൗണ്ട് ഓഫ് ലേബറുമാണ്. ക്ലിയർലി വി ക്യാൻ സീ ദാറ്റ് ഇസ് എ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് പ്രോസസ്സ്. കാരണം അവിടെ കൂടുതൽ ക്യാപിറ്റലാണ് എംപ്ലോയ് ചെയ്തേക്കുന്നത്. So from this we can say that the upper part of the isoquant always represent capital intensive process. ഒരു ഐസോക്കോണ്ടിൻ്റെ അപ്പർ പാർട്ട് എപ്പോഴും ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള പ്രോസസ്സുകളെയാണ് കാണിക്കുന്നത്. കാരണം അവിടെയാണ് ക്യാപിറ്റലിൻ്റെ പ്രൊപ്പോർഷൻ കൂടുതലായിട്ട് വരുന്നത്. ആൻഡ് ദ ലോവർ പാർട്ട് ഓഫ് ദ ഐസോക്കോണ്ട് ഷോസ് മോർ ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്സ്. Efficiency of production. The efficiency in the organization of factors of production is measured by the coefficient B0. ഇപ്പോൾ രണ്ട് ഫേംസിന് സെയിം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ, സെയിം യൂണിറ്റ്സ് ഓഫ് ലേബർ, അതുപോലെ തന്നെ അവരുടെ ഫാക്ടർ ഇൻറ്റൻസിറ്റീസും സെയിം ആണ്, പക്ഷേ ദേ പ്രൊഡ്യൂസ് ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസ് ഓഫ് ഔട്ട്പുട്ട്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ക്ലിയർലി വി ക്യാൻ സേ ദാറ്റ് രണ്ട് ഫേംസിൻ്റെയും എഫിഷ്യൻസിയിൽ വ്യത്യാസമുണ്ട്. ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഫേമിൻ്റെ B0 എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഗ്രേറ്റർ അല്ലെങ്കിൽ ലാർജർ ദാൻ ദ ലെസ് എഫിഷ്യൻറ്റ് വൺ. നെക്സ്റ്റ് ഇസ് ദ റിട്ടേൺസ് ടു സ്കെയിൽ. Returns to scale is related to the long run analysis of production. നമ്മൾ റിട്ടേൺസ് ടു സ്കെയിൽ മെഷർ ചെയ്യുന്നത് ബൈ ദ സം ഓഫ് ദ കോഎഫിഷ്യൻസ് B1 ആൻഡ് B2. B1 + B2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺസ് ടു സ്കെയിൽ കിട്ടും. എക്സാമ്പിൾ നമ്മുടെ കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എടുത്താൽ ഇറ്റ് ഈസ് റിട്ടൺ ആസ് എക്സ് ഇസ് ഈക്വൽ ടു B0 ഇൻറ്റു L റേസ് ടു B1 K റേസ് ടു B2. ഇവിടെ B0 എന്ന് പറയുന്നത് എഫിഷ്യൻസി പാരാമീറ്റർ ആണ്. നമ്മൾ മുകളിൽ പറഞ്ഞല്ലോ എഫിഷ്യൻസി ഓഫ് പ്രൊഡക്ഷൻ്റെ കോഎഫിഷ്യൻ്റ് നമ്മളത് മെഷർ ചെയ്യുന്നത് B0 എന്ന് പറഞ്ഞ ഒരു കോഎഫിഷ്യൻ്റ് വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിലും എഫിഷ്യൻസി പാരാമീറ്റർ ഇസ് ഷോൺ ബൈ B0, L is the labor, K is the capital, and B1 and B2 are the factor intensities of labor and capital. ഫാക്ടർ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലേബർ റേഷ്യോ ആണ്. ഇപ്പോൾ റിട്ടേൺസ് ടു സ്കെയിലിനെ മെഷർ ചെയ്യുന്നത് B1 + B2 ആണെന്ന് പറഞ്ഞു. വി ആർ ഗോയിങ് ടു പ്രൂവ് ദാറ്റ്. ഇവിടെ നമ്മൾ കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എടുത്തിട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ വി നോ ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു B0 ഇൻറ്റു L റേസ് ടു B1 K റേസ് ടു B2. ഇനി നോക്കുക, ഇഫ് L ആൻഡ് K ഇൻക്രീസ് ബൈ K യൂണിറ്റ്സ്, ലേബറും ക്യാപിറ്റലും K യൂണിറ്റ്സ് ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ന്യൂ ലെവൽ ഓഫ് ഔട്ട്പുട്ടിനെ കാണിക്കാനാണ് എക്സ് സ്റ്റാർ ഇട്ടേക്കുന്നത്. എക്സ് സ്റ്റാർ ഇസ് ഈക്വൽ ടു B0 ഇൻറ്റു K യൂണിറ്റ്സ് ആയിട്ടാണ് കൂടിയത്. അപ്പോൾ വി ഷുഡ് മൾട്ടിപ്ലൈ K ഇൻറ്റു L, K ഇൻറ്റു L റേസ് ടു B1 ഇൻറ്റു K റേസ് ടു B2. ഇനി നമ്മൾ അതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതുക. അവിടെ K എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. അപ്പോൾ നമുക്ക് അതിനെ Kനെ പുറത്തെടുക്കുന്നതായിട്ടാണ് അടുത്ത സ്റ്റെപ്പിൽ കാണിച്ചേക്കുന്നത്. K റേസ് ടു B1 + B2 എന്ന് വരുന്നത് എങ്ങനെയാണ്?
കെ റേസ് ടു ബി വൺ ഇൻറ്റു കെ റേസ് ടു ബി ടു ആണ് നമുക്ക് കിട്ടുന്നത്. ഇറ്റ് ഇസ് ഈക്വൽ ടു കെ റേസ് ടു ബി വൺ പ്ലസ് ബി ടു. ആ കെ എന്ന് പറയുന്ന ഒരു ഫാക്ടറിനെ പുറത്തേക്ക് എടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഒറിജിനൽ പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ് അവിടെ കാണിച്ചേക്കുന്നത്. ബി സീറോ ഇൻറ്റു എൽ റേസ് ടു ബി വൺ കെ റേസ് ടു ബി ടു. അതിന് നിങ്ങൾ എക്സ് എന്ന് തന്നെ കൊടുക്കുക. അപ്പോൾ എക്സ് ഇൻറ്റു കെ റേസ് ടു ബി വൺ പ്ലസ് ബി ടു എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ആ പുതിയൊരു ലെവൽ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്തത് ഏത് പ്രപ്പോർഷനിലാണോ അവിടെ നമ്മൾ ഇൻപുട്സ് ഇൻക്രീസ് ചെയ്തത് അതേ പ്രപ്പോർഷനിലാണ് നമുക്ക് പുതിയ ഔട്ട്പുട്ട് ലെവൽ കിട്ടിയത്. പുതിയ ഔട്ട്പുട്ട് ലെവൽ എന്ന് പറഞ്ഞാൽ എക്സ് സ്റ്റാർ ആണ്. എക്സ് സ്റ്റാർ ഇസ് ഈക്വൽ ടു കെ റേസ് ടു ബി വൺ പ്ലസ് ബി ടു ഇൻറ്റു എക്സ്. എക്സ് എന്ന് പറയുന്നത് ഓൾഡ് ലെവൽ ഓഫ് ഔട്ട്പുട്ട് ആണ്. Thus we can say that V is equal to B1 plus B2. If X star increases by the same proportion as the inputs, it is constant returns to scale. And if X star increases less than proportionally with the increase in the factors, it is decreasing returns to scale. And if X star increases more than proportionally with the increase in the factors, it is increasing returns to scale. അതിനെ നമുക്ക് ഇങ്ങനെയും പറയാം. ഇഫ് വി ഇസ് ഈക്വൽ ടു വൺ, അതായത് റിട്ടേൺസ് ടു സ്കെയിൽ വൺ ആണെങ്കിൽ വി ഹാവ് കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിൽ. ഇഫ് വി ഇസ് ലെസ് ദാൻ വൺ വി ഹാവ് ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ. ആൻഡ് ഇഫ് വി ഇസ് ഗ്രേറ്റർ ദാൻ വൺ വി ഹാവ് ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ.